അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല കിടിലൻ ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു സ്നാക്ക്. നിങ്ങളിൽ അധിക പേരും ഇങ്ങനൊരു സ്നാക്ക് കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ റെസിപ്പി കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ഫില്ലിംഗ് ആണ് ഇവിടെ ആദ്യം ഞാൻ റെഡിയാക്കുന്നത്. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ചിരകിയ കോക്കനട്ട് ഇട്ടിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനെ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നാൽ മതി. പിന്നെ അതിന് ശേഷം അതിലേക്കൊരു 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം മിക്സായി കഴിഞ്ഞാൽ ഫ്ലെയിം ലോയിലിട്ടിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും 1 പിഞ്ച് ഉപ്പും പിന്നെ 2-3 ടേബിൾ സ്പൂണ് ക്രഷ്ഡ് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പം കാഷ്യൂവും ബദാമും ഉണ്ടായത്, അപ്പോൾ അതാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടെടുക്കുക. ശേഷം ലോ ഫ്ലെയിമിലിട്ട് അതിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായി മാറ്റി വെക്കുക. ഇനി അതിലേക്കുള്ള ഡോ പ്രിപ്പയർ ആക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് മധുരം ഉണ്ടായത്. പിന്നെ 1 പിഞ്ച് ഉപ്പിടുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർക്കുക. ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ശേഷം ആ പഞ്ചസാരക്ക് അലിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഫൈനായിട്ടുള്ള റവയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി ഒരു ഡോ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാനിന് വിട്ട് വരുന്നൊരു പരുവത്തിലായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റുക ഇതിനെ. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് തണിയാനായിട്ട് മാറ്റി വെക്കുക. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ചെറിയ ചൂടുണ്ടാവും, അപ്പോൾ അതിനെ നല്ലൊരു സ്മൂത്ത് ഡോ ആവുന്നവരെ കുഴച്ചെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അടച്ച് വെക്കുക. അല്ലെങ്കിൽ ഒരു നനവുള്ള തുണി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള മൂടി കൊണ്ടോ അടച്ച് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും. ഇനി മീഡിയം സൈസിലുള്ളൊരു ബോൾ പോലെ എടുത്തിട്ട് അതിനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ക്രാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും. ഈ ഷേപ്പിൽ തന്നെ ആക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ ബോൾസാക്കി പരത്തിയെടുക്കുക. എനിക്കിവിടെ 1 കപ്പ് റവനെ കൊണ്ട് ഈ സൈസിലുള്ള 10 ബോൾസാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു ട്രഡീഷണൽ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിനെ ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലോ ആണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുഴിയില്ല ഇതുപോലത്തെ പാത്രം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോന്നോരോന്നായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്, ഒരുപാട് നെയ്യ് വേസ്റ്റ് ആകണ്ടെന്ന് വിചാരിച്ചിട്ട്. തിരിച്ചു മറിച്ചിടുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം.
അങ്ങനെ ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഓരോന്നായി ഫ്രൈ ചെയ്തുകൊണ്ട് ഒരുപാട് ടൈം എടുത്തു. എന്നാലും അത്രയും ടൈം എടുത്തതിൻ്റെ റിസൾട്ട് എനിക്കത് കഴിക്കുമ്പം കിട്ടി. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല ക്രീമി ടെക്സ്ചറാണ്. അതിൻ്റെ ശർക്കരയൊക്കെ മെൽറ്റായിട്ട് നല്ല ക്രീം പോലുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻസിൽ അറിയിക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം.